നിങ്ങൾക്കറിയാമോ ഡൈനോസറിനെ കൊന്ന ആസ്ട്രോയിഡ് അല്ല ഭൂമിയിൽ ഇടിച്ചതിൽ ഏറ്റവും വലിയ ആസ്ട്രോയിഡ് എന്ന്? അത് ഇതിന്റെ അടുത്ത് പോലും എത്തില്ല. ഇതാണ് ഭൂമിയിൽ ഇടിച്ച 5ാമത്തെ ഏറ്റവും വലിയ ആസ്ട്രോയിഡ്. ഇതിന് 5 കിലോമീറ്റർ വലുപ്പമുണ്ട്. ഇത് 215 മില്യൺ വർഷം മുൻപ് കാനഡയിലാണ് ഇടിച്ചത്. നമുക്കിപ്പോ വലുതിലേക്ക് പോകാം. ഇതാണ് 4ാമത്തെ വലിയ ആസ്ട്രോയിഡ്. ഇത് ഏകദേശം 7 കിലോമീറ്റർ ഉണ്ട്. ഇത് 35 മില്യൺ വർഷം മുൻപ് റഷ്യയിലാണ് ഇടിച്ചത്. 3ാം സ്ഥാനത്തുള്ളത് ഡൈനോസർ കില്ലറാണ്. ഏകദേശം 10 തൊട്ട് 15 കിലോമീറ്റർ വലുപ്പമുണ്ട്. ഇത് മെക്സിക്കോയിലാണ് ഇടിച്ചത്. ഇത് ഭൂമിയിലുള്ള 75% സ്പീഷീസുകളുടെയും വംശനാശത്തിന് കാരണമായി. നമുക്ക് അടുത്തൊരു ആസ്ട്രോയിഡ് ഉണ്ട്. അത് ഇതിനേക്കാൾ കുറച്ച് വലുതാണ്. ഇത് 2 ബില്യൺ വർഷം മുൻപ് കാനഡയിലാണ് ഇടിച്ചത്. ഇത് ഭൂമിയിലുള്ള വസ്തുക്കളെ 800 കിലോമീറ്റർ ദൂരെ വലിച്ചെറിഞ്ഞു. അങ്ങനെ അവസാനമായി ഭൂമിയിൽ ഇടിച്ചതിൽ ഏറ്റവും വലിയ ആസ്ട്രോയിഡ് ആണ് ഇത്. ഡൈനോസർ കില്ലറിനേക്കാളും 2 ഇരട്ടി വലുപ്പമുണ്ട്. ഇത് മോഡേൺ ഡേ സൗത്ത് ആഫ്രിക്കയിലാണ് ഇടിച്ചത്. 7 ഡൈനോസർ കില്ലറിനേക്കാളും എനർജി ഇത് പുറത്തുവിട്ടു. ഇത് ഭൂമിയിൽ ഇടിച്ചപ്പോൾ മൾട്ടി സെല്ലുലാർ ലൈഫ് ഇവോൾവ് ചെയ്തിട്ടില്ല. ഇത് അതിഭീകരമായ അപ്പോക്ലിപ്സ് ആയിരുന്നു. ഇത് ബാക്ടീരിയനെയും ആൽഗികളെയും തുടച്ചു മാറ്റി.